പുതിയ ആളാണോ? ആണ്. എന്താ പേര്? ആനി പ്രഭാകർ. ആനി പ്രഭാകർ. അപ്പോ പ്രഭാകർ അച്ഛനായിരിക്കും അല്ലേ? അല്ല, ഹസ്ബൻഡാണ്. ഓ, അപ്പൊ മാരീഡ് ആണോ? ബൈ ദ വൈ, ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? പുള്ളി പോലീസിലാണ്. താൻ എന്ത് കണ്ടിട്ടാണ് ഇവിടുന്ന് ചിരിക്കണേ? നമുക്ക് തുടങ്ങണ്ടേ? അല്ല, ഈ കലാപരിപാടി ഒന്ന് കഴിഞ്ഞിട്ടെന്ന് ഓർത്തിട്ടാണ്. ആയിക്കോട്ടെ, തുടങ്ങിക്കോളാം. ഇപ്പൊ ക്യാമറ റോളിംഗ് 3, 2, 1 ലൈവ്. നമസ്കാരം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കേരളത്തിന്റെ കലയും സംസ്കാരവും നിറഞ്ഞ ഒരു വേദിയിലാണ്. സ്കൂൾ കലോത്സവം. അതെ, 64ാമത് സ്കൂൾ കലോത്സവത്തിന് വർണ്ണാഭമായി തുടക്കം കുറിച്ചിരിക്കുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ ഈ കലാമാമാങ്കത്തിന്റെ തനിമ ഒട്ടും ചോരാതെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ 3 സ്റ്റാർ കമ്മ്യൂണിക്കേഷൻസിന്റെ സ്വന്തം റിപ്പോർട്ടർമാരായ അജേഷ് അഞ്ചരക്കണ്ടി, ആനി പ്രഭാകർ, ക്യാമറാമാൻ അഖിലിനോടൊപ്പം ചേരുന്നു. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ലളിതഗാന മത്സരം നടക്കുന്ന വേദിക്ക് സമീപമാണ്. നമുക്ക് അതിന്റെ തത്സമയ സംരക്ഷണത്തിലേക്ക് പോകാം. ലളിതഗാനം പാടാനായി ചുറ്റുമോൻ PPA ക്ഷണിച്ചുകൊള്ളുന്നു. നീ എവിടെ നിക്കട ചക്ക? എന്നെയാ വിളിച്ചത്? അല്ല, എന്നെയാ വിളിച്ചത്. ഞാനാണ് ടുട്ടുമോൻ. ചേട്ടന്മാര് നിക്കുമ്പോഴാ പീക്കിരി പിള്ളേര്. മാറി നിക്കടാ. ഇവനേതാ? എടോ, താൻ ഏതാ? ടുട്ടുമോൻ PP. തന്നെയൊക്കെ ആരോട് ഇങ്ങോട്ട് കയറ്റി വിട്ടത്? എന്റെ പേര് വിളിച്ചു, ഞാൻ വന്നു. സോ സിമ്പിൾ. ഈ ക്ലാവിനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് മാഷോട് ചോദിക്കാം. മാഷേ, ഒന്നിങ്ങ് വന്നേ. ഈ ഗഡിയെ വല്ല പരിചയണ്ടാ? ഗുഡ് മോർണിംഗ് സാർ. ഇവനോ? ഇവൻ പിന്നെ ഇവിടെ എത്തിയോ? എടാ, നിന്നെ 10-30 വർഷം മുമ്പ് ഇവിടുന്ന് പറഞ്ഞു വിട്ടതല്ലേ? അതെ, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ വിട്ടോ. എടാ, നീ ഇപ്പൊ എന്തോത്തിനാ ഇങ്ങോട്ട് വന്നേ? സാർ, ഒരു പാട്ട് പ്ലീസ്, ഒരേ ഒരു പാട്ട് പാടിക്കോട്ടെ. ഇവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. നിന്നെ കൊണ്ട് ഇത് വല്ലതും പറ്റുവോ? തീർച്ചയായിട്ടും സാർ, എനിക്കിത് പറ്റും. ശരി, സമ്മതിച്ചു. നിന്നോട് ഞാൻ 5 ചോദ്യം ചോദിക്കാം. ശരി ഉത്തരം പറയുവാണെങ്കിൽ നിനക്ക് ഞാൻ അവസരം തരാം. ശരിയോ? ശരി. നിനക്ക് ആടിനെ ഇഷ്ടമാണോ? നിനക്ക് ആടിനെ ഇഷ്ടമാണോ? ഓ, ആടിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാ. അങ്ങനാണെങ്കിൽ ആടിനെയും കൊണ്ടുള്ള 5 പ്രയോജനങ്ങൾ പറഞ്ഞേ. ഓക്കേ, ആടിനെയും കൊണ്ടുള്ള 5 പ്രയോജനങ്ങൾ. പ്രയോജനം 1, ആട് നമുക്ക് പാല് തരും. മിടുക്കൻ. പ്രയോജനം 2, ആടിന്റെ അമ്മ നമുക്ക് പാല് തരും. പ്രയോജനം 3, ആടിന്റെ അമ്മൂമ്മ നമുക്ക് പാല് തരും. മതി 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 മതി. എന്നാ ഞാൻ നിന്നോട് 2ാമത്തെ ചോദ്യം ചോദിക്കാം. റെഡിയാണോ? ഓ, റെഡിയാണ് സാറേ. അങ്ങനാണെങ്കിൽ നീ പറഞ്ഞേ, എങ്ങനാണ് കാറ്റ് ഉണ്ടാകുന്നത്? സാറേ, ഇങ്ങനത്തെ ചോദ്യങ്ങൾ വേണം ചോദിക്കാൻ. ആദ്യം ശാന്തമായ ഒരു സ്ഥലം, പിന്നെ ഒരു 10 ലിറ്ററിന്റെ ഒരു കുക്കർ, അല്ല 10 ലിറ്ററിന്റെ 2 കുക്കർ, ഒരു 15 കിലോ കരിപ്പെട്ടി ചക്കര. സാറേ, സാറിന് ഫ്രൂട്ട്സ് വേണോ ബാറ്ററി വേണോ? നീ പറഞ്ഞു പിന്നെ എങ്ങോട്ടായി പോകുന്നേ? സാറല്ലേ ചോദിച്ചത് വാറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. എടാ മണ്ട, നിന്നോട് ഞാൻ ചോദിച്ച് വാറ്റല്ല, കാറ്റ് എങ്ങനെ ഉണ്ടാകുന്നതാണ്. സോ സിമ്പിൾ. കാറ്റ് ഇതെ ഇങ്ങനെ. മനസ്സിലായോ സാറേ? ഫാഷൻ ഷോയിൽ പങ്കെടുക്കുവാനുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും സ്റ്റേജ് നമ്പർ 3-ൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. എടാ, നീ എങ്ങോട്ടായി പോകുന്നേ? അതെ സാറേ, സാർ അനൗൺസ്മെന്റ് കേട്ടായിരുന്നു? അതെ, അപ്പുറത്താണ് ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് പരിപാടി നടക്കുന്നത്. സാറോട് വാ, നമുക്ക് എൻജോയ് ചെയ്യാം. ദൈനംദിന ജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന പല സാധനങ്ങളും യഥാർത്ഥത്തിൽ പല സ്ഥലങ്ങളുടെയും പേരുകളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഉത്സവങ്ങളുടെ ഉത്സവമായ ഈ യുവജനോത്സവ വേദിയിൽ മുൻ വർഷങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഇതുവരെ ആരും അവതരിപ്പിക്കാത്ത കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ഐറ്റവുമായി നമ്മുടെ യുവ പ്രതിഭകൾ ഈ വേദി കീഴടക്കാനായി ഇതാ വരുന്നു. Ladies and gentlemen, Mr. Chile!
Pennsylvania. Miss Greenland. Greenland. Mr. Pakistan. Wah. Kiss, kiss. Turn, turn. Mr. Pakistan. Jalwa. Jalwa. Yo, blaze up the walk, light it up to the beat. Come on. Jalwa. Jalwa. Gorgeous, we light it. In every light, smart, bully, come on, baby, do the way. ചേട്ടാ ഇപ്പൊ കഴിഞ്ഞ ഫാഷൻ ഷോയെ പറ്റി എന്താ ചേട്ടന്റെ അഭിപ്രായം? എന്റെ ഇഷ്ട ക്രാങ്ങള് പൊളിച്ചിട്ടാ. അതെ അതെ, പിള്ളേര് തകർത്തു. നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് കൊച്ചുകുട്ടികൾ അവതരിപ്പിക്കുന്ന ഒരു നൃത്ത പരിപാടിയാണ് അടുത്തത്.
പാട്ടിന്റെ താളത്തിനൊത്ത് ആ കുരുന്നുകൾ എത്ര മനോഹരമായാണ് ചുവടുവെച്ചത്. അതെ ആനി, അത് സമ്മതിക്കുക തന്നെ വേണം. ഇപ്പോൾ ലഭിച്ച പോയിന്റ് നില അനുസരിച്ച് ജില്ലകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആനി, അവിടെ എന്തൊരു ബഹളം പോലെ. വാ, നമുക്കൊന്ന് പോയി നോക്കാം. മോൾ എന്തിനാ കരയുന്നത്? മറ്റു കുട്ടി ഒന്നും ചെയ്തില്ല. എല്ലാരും പറഞ്ഞു ഒന്നും ചെയ്തില്ല. വെറുതെ ഫിലിം സ്റ്റാർ ആയതുകൊണ്ട് മാത്രം സമ്മാനം കിട്ടിയതാ. ശരിയാ, ഒന്നും ചെയ്തില്ല. ചെയ്തത് മൊത്തം എന്റെ മോളാ. എന്നിട്ട് റിസൾട്ട് വന്നപ്പോ എന്റെ മോൾക്ക് സെക്കൻഡ്. ഒരു ചെറിയ തെറ്റേ പറ്റിയുള്ളൂ എന്റെ മോൾക്ക്. ഓ പിന്നെ ചെറിയ തെറ്റ്. നിങ്ങളൊരു കാര്യം കേൾക്കണം. നാടോടി നൃത്തത്തിന് മോഹിനിയാട്ടത്തിന്റെ വേഷം ഇട്ടുണ്ടോന്ന് ഞാൻ ഇവിടെ ആരാ സമ്മാനം കൊടുക്കുന്നേ? അങ്ങനെ ഒരു ചെറിയ തെറ്റേ അവള് ചെയ്തിട്ടുള്ളൂ. ഇതെന്താ ഇവിടെ ഒരു ആൾക്കൂട്ടം? റിസൾട്ടിനെ പറ്റിയുള്ള പരാതിയും ഡിസ്കഷനും ആണെങ്കിൽ അത് ഇവിടെയല്ല പറയേണ്ടത്. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പീലിന് പോകേണ്ടതാണ്. അതല്ല എങ്കിൽ ജഡ്ജസിന്റെ വിധി അന്തിമമായിരിക്കും. നിങ്ങൾ പിരിഞ്ഞു പോകേണ്ടതാണ്. വേദി 2 മൈമ മത്സരങ്ങൾ ആരംഭിക്കാറായിട്ടുണ്ട്. നമുക്കതിന്റെ തത്സമയ സംരക്ഷണത്തിലേക്ക് പോകാം. Disconnect.
mobile phones to reconnect relations. മൊബൈൽ ഫോൺ അഡിക്ഷൻ എത്രത്തോളം അപകടകരമാണെന്ന് ഏത് ചെറിയ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർ അവതരിപ്പിച്ചു. അതെ, വളരെ ശരിയാണ്. അങ്ങനെ ഈ വർഷത്തെ യുവജനോത്സവം അതിന്റെ സമാപന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പോയിന്റ് നിലയിൽ മുന്നിട്ട് നിൽക്കുന്ന സെയിന്റ് ജോസഫ് കലാലയത്തിലെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ഒരു പാട്ടോടുകൂടിയാവട്ടെ അതിന് തിരശ്ശീല വീഴുന്നത്. Thank you.